ഹായ് ഫ്രണ്ട്സ്, ഞാൻ രാജേഷ് നിലകണ്ഠൻ. വെൽക്കം ടു രാജ് ഗ്രാഫിക്സ്. സാധാരണഗതിയിൽ നമ്മൾ ഗ്രാഫിക് ഡിസൈനിങ്ങിനും അതുപോലെ തന്നെ ലോഗോ ക്രിയേഷനും നമ്മൾ കോറൽ ഡ്രോ അല്ലെങ്കിൽ അഡോബിൻ്റെ ഇല്ലുസ്ട്രേറ്റർ അല്ലെങ്കിൽ ഫോട്ടോഷോപ്പ് എന്ന സോഫ്റ്റ്വെയറുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ക്യാൻവ എന്ന ഫ്രീ ഗ്രാഫിക് ഡിസൈൻ ആപ്ലിക്കേഷനെ കുറിച്ചിട്ടാണ്. ഇതൊരു വെബ് ബേസ്ഡ് ആപ്ലിക്കേഷനാണ്. അതുകൊണ്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഏതൊരു ബ്രൗസർ വഴിയും നമുക്ക് ക്യാൻവ ഓപ്പൺ ചെയ്യാം. നമ്മുടെ ജിമെയിൽ അക്കൗണ്ട്, ഗൂഗിൾ അക്കൗണ്ട് അല്ലെങ്കിൽ ഫേസ്ബുക്ക് അക്കൗണ്ട് വഴി നമുക്ക് ക്യാൻവയിൽ നമുക്ക് ലോഗിൻ ചെയ്യാം. ഓക്കെ, സോ ഇതുവരെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റും ചെയ്യുക. ഓക്കെ, സോ ലെറ്റ് ഗെറ്റ് സ്റ്റാർട്ട് ദ ട്യൂട്ടോറിയൽ. ഓക്കെ ഫ്രണ്ട്സ്, ഇതാണ് ക്യാൻവയുടെ യൂസർ ഇൻ്റർഫേസ്. ഏതൊരു ഗ്രാഫിക് ഡിസൈൻ സോഫ്റ്റ്വെയറുകൾ പോലെ തന്നെ നമുക്കിവിടെ ടോപ്പിലൊരു മെനു ഉണ്ട്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ നമുക്കൊരു മെനു ബാർ നമുക്ക് കാണാം. ഓക്കെ, നമ്മൾ ടോപ്പിലെ മെനു ബാറിൽ ഞാനിവിടെ ഡിസൈൻ സ്പോട്ട്ലൈറ്റ് സെലക്ട് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ പ്രിൻ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ടെംപ്ലേറ്റ്സുകൾ കാണാം. അതുപോലെ തന്നെ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ടെംപ്ലേറ്റ്സുകൾ നമുക്കിവിടെ കാണാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പ്ലാൻസ് ആൻഡ് പ്രൈസിംഗ് നോക്കാം. ഇവിടെ പ്ലാൻസ് ആൻഡ് പ്രൈസിംഗ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫ്രീ വെർഷൻ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് പ്രോ വെർഷനും അവൈലബിൾ ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ കമ്പയറിംഗ് പ്രൈസിംഗ് ഒന്ന് നമുക്ക് നോക്കാം. ജസ്റ്റ് കമ്പയർ പ്രൈസിംഗ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് ക്യാൻവ ഫ്രീ നമുക്കിവിടെ 25,000 പ്ലസ് ഫ്രീ ടെംപ്ലേറ്റ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 100+ ഡിസൈൻ ടൈപ്സ് നമുക്ക് സോഷ്യൽ മീഡിയ പോസ്റ്റ്, അതുപോലെ പ്രസൻറ്റേഷൻസ്, അതുപോലെ ലെറ്റേഴ്സ് ആൻഡ് മോർ ഒക്കെ ഒത്തിരി നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 1+ മില്യൺ ഫ്രീ ഫോട്ടോസും ഗ്രാഫിക്സ് എലമെൻറ്റ്സും നമുക്ക് ഫ്രീ ആയിട്ട് ക്യാൻവ ഫ്രീയിൽ നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഫ്രീ വേർഷൻ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി ഡിസൈൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡ് മെനു ബാറിൽ ടെംപ്ലേറ്റ്സ് എന്ന മെനു നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇതിൽ നമുക്ക് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ടെംപ്ലേറ്റ്സുകൾ കിട്ടും. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള ടെംപ്ലേറ്റ്സുകൾ കിട്ടും. അതുപോലെ തന്നെ കസ്റ്റം പ്രിൻറ്റ്സ്, കാർഡ്സ് ആൻഡ് ഇൻവിറ്റേഷൻസ്, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ടെംപ്ലേറ്റ്സുകൾ നമ്മുടെ അവൈലബിൾ ആണ്. ഞാനിവിടെ സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള ടെംപ്ലേറ്റ്സ് എനിക്ക് വേണം. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ എനിക്കിവിടെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന ഒരു ടെംപ്ലേറ്റ്സ് എനിക്ക് ക്രിയേറ്റ് ചെയ്യണം. ഞാൻ ജസ്റ്റ് ഫേസ്ബുക്ക് പോസ്റ്റ് സെലക്ട് ചെയ്തു. ഓക്കെ, ഇവിടെ നമുക്ക് ഒത്തിരി ഫിൽറ്റേഴ്സ് നമുക്ക് ഇവിടെ കാണാം. ജസ്റ്റ് ഫുഡ് ആൻഡ് ഡിസ്റ്റൻസ്, എനിക്ക് വേണ്ടത് ഒരു ഫുഡിന് വേണ്ടി പറ്റിയിട്ടുള്ളൊരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. ഞാൻ ഫുഡ് സെലക്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇവിടെ കാണാം. ഓക്കെ, നമ്മളിവിടെ ജസ്റ്റ് ഇവിടെ നമ്മൾ ഈ ഓരോ ഫേസ്ബുക്ക് പോസ്റ്റുമ്പോൾ നമ്മൾ ജസ്റ്റ് ഹോവർ ചെയ്യുമ്പോൾ കാണാം ഇവിടെ ഇത് പെയ്ഡ് ആണ്. ഓക്കെ, ഇതൊരു ഫ്രീ വെർഷനാണ്, ഇതൊരു പെയ്ഡ് വെർഷനാണ്. ഇത് നമുക്ക് ഫ്രീ വെർഷനായിട്ട് കിട്ടും. ഓക്കെ, അവിടെ നമ്മൾ ജസ്റ്റ് ഓവർ ചെയ്യുമ്പോൾ കാണാം നമ്മുടെ പെയ്ഡ് വെർഷൻ, ഫ്രീ വെർഷനൊക്കെ നമുക്കിവിടെ കാണാം. ഇതൊരു പ്രോ വെർഷനാണ്. കണ്ട, ഇവിടെ ഒരു ജസ്റ്റ് ഒരു ക്രൗൺ ടച്ച് സിമ്പിളൊക്കെ ഉണ്ട്, നമുക്ക് പ്രോ വെർഷനാണ്. ഓക്കെ, സോ ഞാൻ ഈ ഫ്രീ വെർഷൻ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്ക് കസ്റ്റമൈസ് ദിസ് ടെംപ്ലേറ്റ്, നമുക്കിത് നമ്മുടെ രീതിയിലേക്ക് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. ജസ്റ്റ് കസ്റ്റമൈസ് ദിസ് ടെംപ്ലേറ്റ് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഇതിൻ്റെ ഇമേജസ് ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ടെക്സ്റ്റ് ചേഞ്ച് ചെയ്യാം, കളേഴ്സ് ചേഞ്ച് ചെയ്യാം, എന്ത് വേണമെങ്കിലും നമുക്ക് ചേഞ്ച് ചെയ്ത് നമ്മുടെ രീതിയിൽ നമുക്ക് നമ്മുടെ ഈ ഡിസൈൻ കസ്റ്റമൈസ് ചെയ്യാം. ഓക്കെ, ഇത് ഞാൻ നമ്മുടെ നെക്സ്റ്റ് ട്യൂട്ടോറിയൽ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ജസ്റ്റ് ക്ലോസ് ചെയ്യാം. സോ ഓൾ ടെംപ്ലേറ്റ്സ് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഫോട്ടോസ് ആണ്. ജസ്റ്റ് ഫോട്ടോസ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്ക് ഇവിടെ ട്രെൻഡിങ് ഫോട്ടോസിൽ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് താഴത്തേക്ക് നമുക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ 10 കണക്കിന് ഫോട്ടോസ് നമുക്ക് ക്യാൻവയിൽ നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ഫോട്ടോസ് നമുക്ക് ക്യാൻവയിൽ നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഫിൽറ്റേഴ്സ് ഉണ്ട്. ഏത് ടൈപ്പിലുള്ള ഇമേജസ് നമുക്കിവിടെ ഫിൽറ്റർ ഉണ്ട്. ജസ്റ്റ് ഫ്ലവേഴ്സ് സെലക്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഫ്ലവേഴ്സ് നമ്മുടെ ഇമേജസ് കിട്ടും. അതുപോലെ തന്നെ ഫ്രീ ആൻഡ് പ്രോ ഉണ്ട്. ഇവിടെ നമുക്കിവിടെ ജസ്റ്റ് ഫ്രീ വെർഷൻ വേണമെങ്കിൽ ഫ്രീ വെർഷൻ കിട്ടും, പ്രോ വെർഷൻ വേണമെങ്കിൽ പ്രോ വെർഷൻ കിട്ടും. ഞാൻ ജസ്റ്റ് ഇവിടെ ഫ്രീ വെർഷൻ സെലക്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, ജസ്റ്റ് ഞാനൊരു ഇമേജ് സെലക്ട് ചെയ്തു. നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഇമേജാണ്. ജസ്റ്റ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്തു. കാരണം യൂസ് ഇൻ എ ഡിസൈൻ, നമുക്കത് ഫ്രീ ടു യൂസ്, നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനിവിടെ യൂസ് ഇൻ ഡിസൈൻ കൊടുത്തു. അപ്പോൾ ഇവിടെ ചോദിക്കും ഏത് ഡിസൈനിലേക്കാണ് നമുക്ക് അല്ലെങ്കിൽ മീൻസ് ഏത് ടൈപ്പിലുള്ള ഡിസൈനിലേക്കാണ് നമ്മൾ ഈ ഇമേജ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്കിവിടെ ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്യാൻ നമുക്ക് പോസ്റ്റ് സെലക്ട് ചെയ്യാം. ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് സെലക്ട് ചെയ്യാം. ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റ് സെലക്ട് ചെയ്തു.
അപ്പോൾ ഓട്ടോമാറ്റിക് നമുക്ക് ആ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ ആ ഒരു മെഷർമെൻറ്റിൽ നമുക്ക് ആ ഇമേജ് ഇവിടെ സെറ്റ് ആവും. ഇനി നമുക്ക് ഈ ഇമേജ് ജസ്റ്റ് റീസൈസ് ചെയ്ത് നമ്മുടെ ഡിസൈൻ യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഡിസൈനിലേക്ക് പ്രോപ്പറായിട്ട് നമുക്ക് ഈ ഇമേജ് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഞാനിതിവിടെ ക്ലോസ് ചെയ്തു. നമുക്ക് ഡിസൈനൊക്കെ ഞാൻ നെക്സ്റ്റ് ട്യൂട്ടോറിയലിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ഇത് ക്ലോസ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് നമുക്കിവിടെ എന്താണ്, നമ്മുടെ ഐക്കൺസ് ഉണ്ട്. നേരത്തെ നമ്മൾ ഫോട്ടോസ് പറഞ്ഞാൽ നമുക്ക് ലോട്ട് ഓഫ് ഐക്കൺസ് നമുക്ക് ഈ ക്യാൻവ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ ജസ്റ്റ് നമുക്ക് ജസ്റ്റ് സ്ക്രോൾ ചെയ്താൽ നമുക്ക് കാണാം ഒത്തിരി ഐക്കൺസ് നമ്മുടെ ഡിസൈനിലേക്ക് ആവശ്യമായ ഒത്തിരി ഐക്കൺസ് നമുക്ക് ക്യാൻവ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ഫ്രീ വെർഷനുണ്ട്, അതുപോലെ തന്നെ പ്രോ വെർഷൻ. ഞാൻ ജസ്റ്റ് ഫ്രീ വെർഷൻ സെലക്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, നമുക്ക് കണ്ടോ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതൊരു യൂസിൻ്റെ ഡിസൈൻ കൊടുക്കാൻ നമുക്കൊരു ഇവിടെ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലേക്ക് വേണ്ടി നമുക്ക് വേണ്ടി ജസ്റ്റ് ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ സെലക്ട് ചെയ്യാം. കണ്ടോ, അപ്പോൾ നമുക്ക് കറക്റ്റ് ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൻ്റെ ആ ഒരു മെഷർമെൻറ്റിലേക്ക് നമ്മുടെ ഇമേജ് ആയത് പ്ലേസ് ആയിട്ടുണ്ട്. നമുക്കത് റീസൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ സൈസ് കൂട്ടുകയോ സ്കെയിൽ കുറയ്ക്കുകയോ ചെയ്ത് നമ്മുടെ ഡിസൈനിലേക്ക് ആവശ്യമായ രീതിയിൽ നമുക്ക് ഈ ഇമേജിനെ സെറ്റ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, ക്ലോസ് ചെയ്യാം. നെക്സ്റ്റ് വീണ്ടും നമുക്ക് ഹോമിലോട്ട് പോവാം. നെക്സ്റ്റ് നമുക്ക് പ്രൊജക്ട്സ് എന്ന മെനു നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് നമ്മൾ റീസെൻ്റ് നമ്മൾ എടുത്ത എല്ലാ ഇമേജസും നമുക്കിവിടെ കാണാം. നമുക്ക് നമുക്ക് ആവശ്യമില്ലാത്ത നമ്മുടെ ഇമേജസ് നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. കാരണം നമ്മുടെ ഫ്രീ വെർഷൻ നമുക്ക് ക്യാൻവ പ്രൊവൈഡ് ചെയ്യുന്നത് 5 GB സ്പേസ് ആണ്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് അനാവശ്യമായിട്ടുള്ള ഇമേജസ് നമുക്ക് റിമൂവ് ചെയ്താണെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഇമേജ് മൂവ് ടു ത്രാഷിലേക്ക് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് എന്താ പറയുക, നമ്മുടെ ത്രാഷ് സെലക്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ ഇമേജ് സെലക്ട് ചെയ്യുക. ഇവിടെ ആ 3 ഡോട്ട് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഡിലീറ്റ് പെർമനൻ്റ്ലി ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഡിലീറ്റ് പെർമനൻ്റ്ലി കൊടുത്തു കഴിഞ്ഞാൽ ആ ഓബ്ജക്റ്റ് അല്ലെങ്കിൽ ആ ഇമേജ് ഡിലീറ്റ് ആയി പോകും. ഓക്കെ, വീണ്ടും നമുക്ക് പ്രൊജക്ട്സിലേക്ക് വരാം. ഇവിടെ നമുക്ക് ഫോൾഡേഴ്സ് ഉണ്ട്. കാരണം ഞാനൊരു പുതിയൊരു ഫോൾഡർ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. രാജ് ഗ്രാഫിക്സ് എന്നാണ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പുതിയൊരു ഫോൾഡർ നമ്മുടെ ഡിസൈനിലേക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ആഡ് ന്യൂ ക്ലിക്ക് ചെയ്താൽ മതി. ആഡ് ന്യൂ ക്ലിക്ക് ചെയ്ത് ഫോൾഡർ കൊടുക്കാം. ആഡ് ന്യൂ ക്ലിക്ക് ചെയ്ത് ഫോൾഡർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്രിയേറ്റ് ഫോൾഡർ കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ ഫോൾഡർ നെയിം കൊടുക്കാം. സപ്പോസ് എന്ത് ഫോൾഡർ നെയിം നമുക്കിവിടെ കൊടുക്കാം. അതുപോലെ തന്നെ ഷെയർ വിത്ത് യുവർ ടീം. ഓക്കെ, ഇത് നിങ്ങൾ ടീം ചിലപ്പോൾ നമ്മളൊരു ഡിസൈൻ അല്ലെങ്കിൽ ഒരു പർപ്പസ് ചിലപ്പോൾ ഒരു 2-3 പേരുണ്ടെങ്കിൽ നമുക്ക് സപ്പോസ് ഒരു ഡിസൈൻ ടീമിൽ 2-3 പേരുണ്ടെങ്കിൽ നമുക്ക് ആ 2-3 പേരുടെ ഇമെയിൽ ID കൊടുത്തിട്ട് നമുക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് 3 പേർക്കും കൂടി നമുക്ക് ആ പ്രൊജക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഡിസൈൻ നമുക്ക് വർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഷെയർ വിത്ത് യുവർ ടീം എന്ന് വെച്ചാൽ അവരുടെ ഇമെയിൽ ID കൊടുത്ത് നമുക്ക് ജസ്റ്റ് കണ്ടിന്യൂ ചെയ്യാൻ നമുക്കൊരു ടീം നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ക്ലോസ് ചെയ്തു. ഓക്കെ ഫ്രണ്ട്സ്, ഇത് ക്യാൻവ എന്ന ഫ്രീ ഗ്രാഫിക് ഡിസൈൻ സോഫ്റ്റ്വെയറിനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ട്യൂട്ടോറിയലാണ്. ഓക്കെ, സോ നെക്സ്റ്റ് ട്യൂട്ടോറിയലുകളിൽ നമുക്ക് എങ്ങനെ ക്യാൻവയിൽ ആർട്ട് വർക്കുകൾ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം, ലൈക്ക് ലോഗോസ്, ബ്രോഷേഴ്സ്, ഫ്ലയേഴ്സ് എന്നിവ. ഓക്കെ, സോ എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റും ചെയ്യുക. ഓക്കെ, സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ടിൽ ദെൻ, ബൈ.